അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപക്ഷെ നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു വാക്കായിരിക്കും അൽഗോരിതം എന്ന് പൊതുവെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതായത് നമ്മൾ ആരായിരുന്നാലും ശരി മൊബൈൽ ഫോൺ ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നു, കേൾക്കുന്നു, കാണുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ ഇങ്ങനെ കിട്ടുന്നു. നമ്മുടെ താല്പര്യം എന്താണോ ആ താല്പര്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. യൂട്യൂബിൽ അത് മാത്രമല്ലല്ലോ, യൂട്യൂബിൽ ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പക്ഷെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ളത് കിട്ടുന്നു. നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയൊക്കെ, അനാവശ്യങ്ങൾ കാണാനാണ് ഇഷ്ടമെങ്കിൽ അതായിരിക്കും, രാഷ്ട്രീയ വാർത്തകളാണ് താല്പര്യമെങ്കിൽ അതായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ എന്താണോ താല്പര്യപൂർവം ഇതിൽ കാണുന്നത് എന്താണ് എന്ന് ഈ ഇത് മനസ്സിലാക്കുകയും അങ്ങനെ നമുക്ക് ആവശ്യമായ നമ്മൾ താല്പര്യപ്പെടുന്നതിനെ കൂടുതലായി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് നമ്മൾ ഈ പേരിൽ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് കുറേ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഗുണം എന്താണ്? നമ്മുടെ അഭിരുചിയും നമ്മുടെ താല്പര്യവും അനുസരിച്ചുള്ളത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ഏരിയ എന്താണോ അവൻ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു പണ്ഡിതനാണെങ്കിൽ അയാൾ എപ്പോഴും അന്വേഷിക്കുന്നത് ഇസ്ലാമികമായ ഫത്വകളാണ്. അപ്പോൾ അയാൾക്ക് അതന്നെ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഒരു ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഖുർആനികമായ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു മെഡിക്കൽ ഇതിൽ അന്വേഷിക്കുന്ന ആൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഡോക്ടർക്ക് അതിന് അയാളുടെ ഫീൽഡിൽ വേണ്ട കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗുണം അതിനുണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ ദോഷങ്ങൾ അതിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ പ്രശ്നമായിരിക്കും. ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു അനാവശ്യമായ കാര്യങ്ങളെ നമ്മൾ അല്പം താല്പര്യത്തോടെ നോക്കിയാൽ പിന്നെ നമ്മളെ ആ അനാവശ്യ ലോകത്തേക്ക് നമ്മളറിയാതെ നമ്മളെ എത്തിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവരെന്തെങ്കിലും വല്ല കൊലപാതകമോ അല്ലെങ്കിൽ വല്ല ഓപ്പറേഷനോ അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ക്രൂരമായ പ്രവർത്തനങ്ങളോ എന്തെങ്കിലുമൊക്കെയാണ് കുട്ടി കാണുന്നതെങ്കിൽ ആ കുട്ടി അത് താല്പര്യപൂർവ്വം കണ്ടാൽ ആ കുട്ടിക്ക് എപ്പോഴെല്ലാം ഫോൺ കിട്ടുന്നു ആ യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴൊക്കെ കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഏത് മോശപ്പെട്ട ലോകത്തേക്കും ഏത് ക്രൂരമായ ലോകത്തേക്കും കൊണ്ടെത്തിക്കാൻ ഈ അൽഗോരിതം ഇത് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. അതിലേറെ അപകടകരമായ ഒരു കാര്യം വേറെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കുന്ന ആളാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ, വേറെ ഒന്നും നമ്മൾ കാണൂല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള സത്യങ്ങളെയോ ന്യായങ്ങളെയോ നമ്മൾ കാണാതെ പോകും. അപ്പോൾ ഒരു തീവ്രമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു വർഗീയമായി ചിന്തിക്കുന്ന ആളാണെങ്കിൽ ആ വർഗീയതയെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അയാൾ ഒരു കാലത്തും ഒരു സൗഹൃദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരസ്പരമുള്ളൊരു ബന്ധത്തെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ഒന്നും അയാൾക്ക് കിട്ടൂല. അയാളൊരു തികഞ്ഞ വർഗീയവാദിയായി മാറും. അതാ സംഭവിക്കുന്നത്. അതിൻ്റെ അപ്പുറം കിട്ടൂല. ഒരു തെറ്റായ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ശരി അയാൾക്ക് കിട്ടാതെ പോകും. നമ്മൾ വ്യക്തികളുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു നന്മയുടെ പോസിറ്റീവായൊരു കാര്യം നമ്മൾ ഒരിക്കലും കേൾക്കാതെ പോകും. അപ്പോൾ നമ്മുടെ ലോകം മറ്റു ലോകങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അടർത്തപ്പെടുകയും ഇതാണ് ലോകമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. എല്ലാവരും ഇതാണ് കാണുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ലോകത്ത് മുഴുവൻ ഇതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ അപ്പുറത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ വെറുതെ ഫോൺ കൊടുത്ത് യൂട്യൂബ് കയറാൻ അനുവദിക്കരുത്. സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ജമീൽ ആപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ കുട്ടികൾക്കായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് അവരതിൽ കയറാൻ വേണ്ടി, ഈ ജമീൽ നോക്കുകയാണെങ്കിൽ ഞാൻ മൊബൈൽ തരുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവൻ അങ്ങനെ അതിലൂടെ പോയിക്കോളും. ഓപ്പണായി എന്തും കാണാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവരെയൊക്കെ ഈ അൽഗോരിതം നിയന്ത്രിക്കും. അതവരെ തെറ്റായ ലോകത്തേക്കും തെറ്റായ പ്രവണതയിലേക്കും എത്തിക്കാൻ കാരണമായി തീരും. നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കരുതലോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാം അറിഞ്ഞും ചിന്തിച്ചും
അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് അറിവും അന്വേഷണവും നമുക്ക് ആവശ്യമാണ്. അള്ളാഹു ഉപകാരപ്രദമായ അറിവിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.